ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ക്ലാസ് 8-ലെ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്നുള്ള ചാപ്റ്ററിലെ സ്ക്വയർ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസും പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ സ്ക്വയർ നമ്പറിൻ്റെ പ്രോപ്പർട്ടീസ് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് വെച്ചുള്ള കുറേ പ്രോബ്ലം ഉണ്ട്. അതുപോലെ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് അതിൻ്റെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഷുവർ ആയിട്ടും വരും. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ട്രിപ്പും ട്രിക്സൊക്കെ ഞാൻ പറയുന്നുണ്ട്. എളുപ്പമാണ്, പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. അപ്പോൾ നമുക്കത് ഒരുമിച്ചങ്ങ് ചെയ്ത് നോക്കാം. അപ്പോൾ പേപ്പറും പെന്നും ഒക്കെ എടുത്ത് നമുക്ക് ഒരുമിച്ചങ്ങ് ചെയ്ത് നോക്കാം. We say the following numbers are square numbers. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ ഇവരുടെ യൂണിറ്റ് ഡിജിറ്റ് നോക്കാം. ഇനി യൂണിറ്റ് ഡിജിറ്റ് 2ഓ 3ഓ 7ഓ 8ഓ ആണെങ്കിൽ ആ നമ്പർ സ്ക്വയർ നമ്പർ അല്ല. ഇനി യൂണിറ്റ് ഡിജിറ്റ് ബാക്കി നമ്പേഴ്സ്, അതായത് 0 1 4 5 6 or 9, അതായത് 2 3 7 8 അല്ലാതെ ബാക്കി നമ്പേഴ്സ് ആണെങ്കിൽ അത് സ്ക്വയർ നമ്പർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കാം ഏതൊക്കെ നമ്പർ ആയിരിക്കും. യൂണിറ്റ് ഡിജിറ്റ് ആദ്യം തന്നെ യൂണിറ്റ് ഡിജിറ്റ് ഈ 2 3 7 8 ഉള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ നമ്പർ 7928, അവിടെ 8 ആണ്. അപ്പോൾ ഇതെന്താണ്? ഇത് സ്ക്വയർ നമ്പർ അല്ല. ഇനി അടുത്തത് 9 ആണ് അല്ലേ, യൂണിറ്റ് ഡിജിറ്റ് 9 ആണ് വരുന്നത്. അപ്പോൾ ഇത് സ്ക്വയർ നമ്പർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് 2061, അവിടെയും 1 ആണ് യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ ഇതും സ്ക്വയർ നമ്പർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത നമ്പർ നോക്കുക, അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 7 ആണ്. അപ്പോൾ ഇതെന്താണ്? സ്ക്വയർ നമ്പർ അല്ല. How many natural numbers lie between 12 square and 13 square? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോപ്പർട്ടി, there are 2n non-perfect square numbers between the squares of the numbers n and n plus 1. അപ്പോൾ ഇവിടെ n എന്താണ്? 12, ഫസ്റ്റ് നമ്പർ ആണ് n. ഇനി n plus 1 എന്താ തന്നിരിക്കുന്നത്? 13. ഇനി നമ്മുടെ ഫോർമുല എന്താണ്? 2n. അപ്പോൾ 2n എന്ന് പറയുമ്പോൾ 2 × 12 = 24. അപ്പോൾ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ആണ് 12 സ്ക്വയറിൻ്റെ 13 സ്ക്വയറിൻ്റെ ഇടയിലുള്ളത്? 24. ഇനി ഇവിടെ അത് ചിലപ്പോൾ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ചിലപ്പോൾ നാച്ചുറൽ നമ്പേഴ്സും ചോദിക്കും, ചിലപ്പോൾ നോൺ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് ചോദിക്കും, ചിലപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സും ചോദിക്കും, ചിലപ്പോൾ ഹോൾ നമ്പേഴ്സ് ചോദിക്കും. ഇത് എങ്ങനെ വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെയിം ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 12 സ്ക്വയർ 13 സ്ക്വയർ ഇത് കണ്ടോ, 12ഉം 13 എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ് ആണ് അല്ലേ, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല 2n. Express 49 as the sum of 7 odd numbers. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി, if the number is a square number it has to be the sum of successive odd numbers starting from 1. അപ്പോൾ 49 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സ്ക്വയർ ആണ്? 7ൻ്റെ സ്ക്വയർ ആണ്. അതായത് 49 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്, അത് 7ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് 49നെ ഓഡ് നമ്പേഴ്സിൻ്റെ സം, അതായത് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് 7 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 49 = സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും 1 നിന്നായിരിക്കണം. ഇനി സക്സസീവ് ഓഡ് നമ്പേഴ്സ് ആണ്, അതായത് 1 + 3 + 5 + 7 + 9 + 11 + 13. ഇപ്പോൾ എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കിയേ? 7 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഓഡ് നമ്പേഴ്സ് ആണ്, അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന 1 നിന്നാണ്, അതുപോലെ സക്സസീവ് ആണ്. അപ്പോൾ ഇത്രയും ആയിട്ട് നമുക്ക് 49നെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് എല്ലാ പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് 64 ആണെങ്കിൽ 64നെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? 1 + 3 + 5 + 7 + 9 + 11 + 13 + 15. കാരണം എന്നിട്ട് ഇവിടെ നോക്കുക എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ 8 നമ്പേഴ്സ് ഉണ്ടാവും. 64 എന്ന് പറയുന്നത് 8ൻ്റെ സ്ക്വയർ ആണ്. അതുകൊണ്ട് 8 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം 1 നിന്ന് തുടങ്ങിയിട്ട് സക്സസീവ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സ് 8 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് നമുക്ക് 64നെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വിത്തൗട്ട് ആഡിങ് ഫൈൻഡ് ദ സം ഓഫ് 1 + 3 + 5 + 7 + 9 + 11. ഇപ്പോൾ മുമ്പ് നമ്മൾ ചെയ്ത ആ ക്വസ്റ്റിൻ്റെ സെയിം തിരിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി, ദ സം ഓഫ് ദ ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പർ ഈസ് n². അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? എത്ര നമ്പർ ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 6 നമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ സം എന്തായിരിക്കും? 6² ആയിരിക്കും. 6² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 36. റൈറ്റ് എ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ഹൂസ് വൺ മെമ്പർ ഈസ് 18. അപ്പോൾ നമുക്ക് പൈതഗോറിയൻ ട്രിപ്ലെറ്റിലെ മെമ്പേഴ്സിനെ അറിയാം അല്ലേ? 2m, m² - 1, m² + 1. ഇവരാണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആയിട്ട് മെമ്പേഴ്സ്. ഇനി അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2m² + m² - 1 = m² + 1 ² എന്ന് എഴുതാൻ പറ്റും.
അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മെമ്പർ 18 ആണെന്നാണ് പറയുന്നത്. നമുക്ക് 2m അല്ലെങ്കിൽ m² - 1 ഇതിലേതെങ്കിലും ഒന്നിനെ നമുക്ക് 18 ആയിട്ട് എടുക്കാം. ഇവിടെ 18 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് നമ്മൾ 2m എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ലെറ്റ് 2m is equal to 18 എടുക്കാം. അപ്പോൾ m is equal to 18/2. അപ്പോൾ എന്ത് വരും? 9. ഇനി m² - 1 is equal to 9² - 1. അപ്പോൾ 81 - 1 equal to 80 കിട്ടി. ഇനി അടുത്തത് m² + 1. അപ്പോൾ 9² + 1 equal to 81 + 1 equal to 82. അപ്പോൾ നമ്മുടെ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ഏതൊക്കെയാണ്? 2m, m² - 1, m² + 1. അപ്പോൾ ഏതാണ്? 18, 80, 82. Write a Pythagorean triplet whose largest member is 17. അപ്പോൾ നമുക്കറിയാം പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ 2m, m² - 1, m² + 1 ഇതൊക്കെയാണ് എൻ്റെ മെമ്പേഴ്സ്. ഇനി 2m the whole square plus m² - 1 the whole square is equal to m² + 1 the whole square. ഇനി ഇവിടെ ചോദിക്കുന്നത് ലാർജസ്റ്റ് മെമ്പറാണ്. അപ്പോൾ ലാർജസ്റ്റ് മെമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും m² + 1 ആണ് എടുക്കേണ്ടത്. അപ്പോൾ ലെറ്റ് m² + 1 equal to 17. ഇനി സ്മോളസ്റ്റ് മെമ്പർ ചോദിച്ചാൽ നമുക്ക് 2m ഓ m² - 1 ഓ ചൂസ് ചെയ്യാം. പക്ഷേ ലാർജസ്റ്റ് മെമ്പർ ചോദിക്കുമ്പോൾ എപ്പോഴും m² + 1 തന്നെ എടുക്കാം. ഇനി ഇതിൽ നിന്ന് m² is equal to 17 - 1, m² is equal to 16. അപ്പോൾ m is equal to എന്ത് വരും? 4. ഇനി 2m കണ്ടുപിടിക്കാം. 2m is equal to 2 × 4, 8. ഇനി m² - 1, 4² - 1, 16 - 1, 15. അപ്പോൾ പൈതഗോറിയൻ ട്രിപ്ലെറ്റിലെ മെമ്പേഴ്സ് എന്തൊക്കെയാണ്? 2m, m² - 1, m² + 1, 8, 15, 17. ഇനി നിങ്ങൾക്കുള്ള 2 ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് നോക്കുക. ആൻസർ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.